അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ പൂർവ്വപിതാവ് ആരെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം അബ്രഹാം, റോമർ 4:1. രണ്ടാമത്തെ ചോദ്യം, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവനെ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, എന്നാൽ എന്തിലാണ് ഇല്ലാത്തത്? ഉത്തരം ദൈവസന്നിധി, റോമർ 4:2. മൂന്നാമത്തെ ചോദ്യം, അബ്രഹാമിനെ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, എങ്ങനെയാണെങ്കിൽ പ്രശംസിക്കാം? ഉത്തരം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, റോമർ 4:2. നാലാമത്തെ ചോദ്യം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് ദൈവം അതവന് എന്തായി കണക്കിട്ടു? ഉത്തരം നീതിയായി കണക്കിട്ടു, റോമർ 4:3. അഞ്ചാമത്തെ ചോദ്യം, പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് എങ്ങനെ? ഉത്തരം കടമായിട്ട്, റോമർ 4:4. ആറാമത്തെ ചോദ്യം, നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം എങ്ങനെ കണക്കിടുന്നു? ഉത്തരം നീതിയായി, റോമർ 4:5. ഏഴാമത്തെ ചോദ്യം, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ആരാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഉത്തരം ദാവീദ്, റോമർ 4:6. എട്ടാമത്തെ ചോദ്യം, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ആര്? ഉത്തരം ഭാഗ്യവാൻ, റോമർ 4:7. ഒമ്പതാമത്തെ ചോദ്യം, എന്ത് മോചിച്ചും പാപം മറിച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ? ഉത്തരം അധർമ്മം, റോമർ 4:7. പത്താമത്തെ ചോദ്യം, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ എങ്ങനെയുള്ളവൻ? ഉത്തരം ഭാഗ്യവാൻ, റോമർ 4:8. 11ാമത്തെ ചോദ്യം, അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടത് എങ്ങനെയാണ് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം അഗ്രചർമ്മത്തിൽ, റോമർ 4:9-10. 12ാമത്തെ ചോദ്യം, അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസം നീതിക്ക് മുദ്രയായി ലഭിച്ച അടയാളം ഏത്? ഉത്തരം പരിച്ഛേദന, റോമർ 4:11. 13ാമത്തെ ചോദ്യം, പഴയ നിയമത്തിൽ വിശ്വാസം നീതിയുടെ മുദ്രയായി നൽകപ്പെട്ട അടയാളം? ഉത്തരം പരിച്ഛേദന, റോമർ 4:11. 14ാമത്തെ ചോദ്യം, പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായവർ ആര്? ഉത്തരം പരിച്ഛേദനക്കാർ, റോമർ 4:12. 15ാമത്തെ ചോദ്യം, പരിച്ഛേദനക്കാരുടെയും അഗ്രചർമ്മികളുടെയും പിതാവ് ആര്? ഉത്തരം അബ്രഹാം, റോമർ 4:12. 16ാമത്തെ ചോദ്യം, ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനും അവന്റെ സന്തതിക്കും ലഭിച്ചത് എങ്ങനെയാണ്? ഉത്തരം വിശ്വാസത്തെ, റോമർ 4:13. 17ാമത്തെ ചോദ്യം, ന്യായപ്രമാണം ഉള്ളവർ അവകാശികളാകിയാൽ എന്താണ് വൃദ്ധമായി തീരുന്നത്? ഉത്തരം വിശ്വാസം, റോമർ 4:14. 18ാമത്തെ ചോദ്യം, ന്യായപ്രമാണം ഉള്ളവർ അവകാശികളാകിയാൽ എന്താണ് ദുർബലമായി തീരുന്നത്? ഉത്തരം വാഗ്ദത്തം, റോമർ 4:14. 19ാമത്തെ ചോദ്യം, കോപത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഉത്തരം ന്യായപ്രമാണം, റോമർ 4:15. 20ാമത്തെ ചോദ്യം, ന്യായപ്രമാണം എന്തിന് ഹേതുവാകുന്നു? ഉത്തരം കോപത്തിന്, റോമർ 4:15. 21ാമത്തെ ചോദ്യം, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് എന്താണ് ഇല്ലാത്തത്? ഉത്തരം ലംഘനം, റോമർ 4:15. 22ാമത്തെ ചോദ്യം, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് എങ്ങനെയാണ് വാഗ്ദത്തത്തിന് അവകാശികൾ ആകുന്നത്? ഉത്തരം വിശ്വാസത്താൽ, റോമർ 4:16. 23ാമത്തെ ചോദ്യം, വാഗ്ദത്തം ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല പിന്നെ ആർക്കും കൂടിയുള്ളതാണ്? ഉത്തരം അബ്രഹാമിന് വിശ്വാസം ഉള്ളവർക്ക്, റോമർ 4:16. 24ാമത്തെ ചോദ്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൻ എന്ന് ദൈവത്തെ വിശ്വസിച്ചത് ആരാണ്? ഉത്തരം അബ്രഹാം, റോമർ 4:17. 25ാമത്തെ ചോദ്യം, ദൈവം ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചത് ആരെയാണ്? ഉത്തരം അബ്രഹാമിനെ, റോമർ 4:17. 26ാമത്തെ ചോദ്യം, താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചത് ആരാണ്? ഉത്തരം അബ്രഹാം, റോമർ 4:18. 27ാമത്തെ ചോദ്യം, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചത് എന്ത്? ഉത്തരം താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്, റോമർ 4:18. 28ാമത്തെ ചോദ്യം, അബ്രഹാം ഏകദേശം 100 വയസ്സ് ഉള്ളവനാക്കിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും
സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ എന്ത് ക്ഷീണിച്ചില്ല? ഉത്തരം വിശ്വാസത്തിൽ. റോമർ 4:19. 29ാമത്തെ ചോദ്യം. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? ഉത്തരം അബ്രഹാമിനെ. റോമർ 4:19. 30ാമത്തെ ചോദ്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തത് ആരാണ്? ഉത്തരം അബ്രഹാം. റോമർ 4:20. 31ാമത്തെ ചോദ്യം. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ എന്തു ചെയ്തു? ഉത്തരം വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. റോമർ 4:20. 32ാമത്തെ ചോദ്യം. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ആർക്ക്? ഉത്തരം അബ്രഹാമിന്. റോമർ 4:21. 33ാമത്തെ ചോദ്യം. ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചത് ആരാണ്? ഉത്തരം അബ്രഹാം. റോമർ 4:21. 34ാമത്തെ ചോദ്യം. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചു കൂടെ ആകുന്നു. ആർക്ക് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്? ഉത്തരം അബ്രഹാമിന്. റോമർ 4:23. 35ാമത്തെ ചോദ്യം. എന്തു നിമിത്തമാണ് യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചത്? ഉത്തരം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. റോമർ 4:24. 36ാമത്തെ ചോദ്യം. എന്തിനായിട്ടാണ് ദൈവം കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്? ഉത്തരം നമ്മുടെ നീതീകരണത്തിനായി. റോമർ 4:24-25. 37ാമത്തെ ചോദ്യം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്രിസ്തു എന്തു ചെയ്തു? ഉത്തരം മരണത്തിന് ഏൽപ്പിച്ചു. റോമർ 4:24. 38ാമത്തെ ചോദ്യം. നമ്മുടെ നീതീകരണത്തിനായി ക്രിസ്തുവിനെ ദൈവം എന്തു ചെയ്തു? ഉത്തരം ഉയർപ്പിച്ചു. റോമർ 4:24. 39ാമത്തെ ചോദ്യം. ഈ അധ്യായത്തിൽ പേർ പറഞ്ഞിരിക്കുന്ന 3 പഴയ നിയമ വ്യക്തികൾ ആരൊക്കെ? ഉത്തരം അബ്രഹാം, ദാവീദ്, സാറ.